മണിയമ്പിള്ള രാജുവിനെതിരായ ആരോപണം എന്തായാലും അന്വേഷിക്കണമെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ എന്താണ് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഫിസിക്കൽ ഭയങ്കര മെൻ്റൽ ടോർച്ചറായിരുന്നു. പുള്ളിക്കാരൻ്റെ കൂടെ ബെഡ് ഷെയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഡേ തടിയ എന്ന സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു. അപ്പം എനിക്ക് ഫോട്ടോ കൊച്ചിയിലായിരുന്നു. അപ്പം മിനു ഫോട്ടോ കൊച്ചിയിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം ഇടിപ്പിച്ചു എൻ്റെ അടുത്ത് തന്നെ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി വരും മിനു ഡോർ തുറന്നിട്ടാക്കണം. ഞാൻ നോ ഇതിനെ പറ്റില്ല, അയ്യോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല ഞാൻ തുറന്നിട്ടാക്കണം വളരെ ആധികാരികമായിട്ട് പറഞ്ഞു. ഈ പുള്ളി ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റാണോ ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, ആരാ ഇതൊന്നും ഈ അമ്മയുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആണെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ അതിൻ്റെ ഐ ഡിഡ് മൈൻഡ് അറ്റ് ഓൾ. ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ഫോൺ അങ്ങ് സൈലൻ്റ് ആക്കി വെച്ചു. എൻ്റെ ഫോൺ അതായാലും വിളിക്കുള്ളൂ. ഫോൺ സൈലൻ്റ് ഞാൻ അവിടെ കിടന്നുറങ്ങി. ഇപ്പോഴത്തേക്കും കഥകെ വന്ന് മുട്ടി. ഞാൻ തുറന്നില്ല, ആരാ മുട്ടിയൊന്നും എനിക്കറിയില്ല, മുട്ടുന്നുണ്ടായിരുന്നു. ഞാൻ തുറന്നില്ല, അവിടെ കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വയറ് ഊരിയിട്ടു ലാൻഡ് ഫോണിൻ്റെ. അപ്പോൾ തിരിച്ച് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരനോട് ഭയങ്കര ദേഷ്യം, അൺനെസസറി ആയിട്ടുള്ള എന്തിനൊക്കെയോ കാര്യമില്ലാതെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുത്തേക്ക് ഗായത്രി വാസ് സിറ്റിംഗ് നിയർ മീ. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു എന്താ രാജേട്ടൻ ഇത്ര വലിയ ദേഷ്യം മിനുവിനോട്. അപ്പോൾ ഞാൻ ഗായത്രിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ദിസ് ഇസ് ദ റീസൺ. മണിയമ്പിള്ള രാജുവിന്റെ ഇപ്പൊ പ്രതികരണം വന്നിരിക്കുന്നത് ഇത് ആരോപണങ്ങൾ തനിക്കെതിരെ ആരോപണം അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. അതിൽ കള്ളപ്പരാതികൾ വരാൻ സാധ്യത, പല ആളുകൾ പണം അടിക്കാനും ഉൾപ്പെടെ അങ്ങനെ വരാൻ സാധ്യത, അവസരങ്ങൾ നഷ്ടപ്പെട്ടവർ പരാതി പറയാൻ സാധ്യത. അവസരങ്ങൾ ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ലല്ലോ. ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവസരങ്ങൾ കൂടി നമ്മുടെ പുറകെയുണ്ട്. അപ്പോൾ അത് പറയുന്നതിൽ പ്രസക്തമില്ല. അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണെന്നല്ല, ഒരിക്കലുമല്ല, എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സിനിമ ഞങ്ങൾക്ക് അഭിനയിക്കണ്ട. അപ്പോൾ ഇത് കൂടാതെ ഈ നടന്മാരെ കൂടാതെ മറ്റൊരു അഡ്വക്കേറ്റ്, അതുപോലെ രണ്ട് പ്രൊഡക്ഷൻ ആളുകൾ, ഇവർക്കെതിരെ താങ്കൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പം കുട്ടിക്കാനത്ത് ഒരു സിനിമ, എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഞാൻ അതിനകത്ത് കോ പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പ്രീ പ്രൊഡക്ഷന് വേണ്ടി എൻ്റെ വണ്ടിയും കൂടി ഞാൻ ലൊക്കേഷൻ കാണാൻ പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് ഞാൻ എഫേർട്ടൊക്കെ എടുത്തു. അതിനുശേഷം 2-3 സിനിമ, അതിനകത്ത് കലാഭവൻ മണിയുടെ വൈഫായിട്ടായിരുന്നു. 2-3 ദിവസം ഞാൻ അവിടെ അഭിനയിക്കുകയും ചെയ്തു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പറഞ്ഞു, മിനു നമുക്ക് ബോൾഗാട്ടിയിലൊരു ലൊക്കേഷൻ കാണാൻ പോകണം എന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടി പോവുകയും ചെയ്തു പുള്ളിക്കാരൻ്റെ കൂടെ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏതോ ഒരു റിസോർട്ടിലോട്ട് ഇങ്ങനെ കൊണ്ട് കയറ്റിക്കൊണ്ട് ഇപ്പോൾ ഒരു ചേട്ടൻ്റെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഈ അഡ്വക്കേറ്റ് അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം ഉച്ച കഴിഞ്ഞ് 3 മണി ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അതെ കുട്ടികൾ വരാൻ സമയമായി സ്കൂളിൽ നിന്ന്, അപ്പോൾ ഞാനെന്ന് ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ഇറങ്ങാൻ പാടില്ല, അങ്ങനെ പെട്ടെന്ന് പോകാൻ വന്നതല്ലോ എന്നുകൊണ്ട് പുള്ളിക്കാരൻ കയറി എന്നെ കടന്നു പിടിച്ചു. എന്നിട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ പുറകോട്ട് ഇല്ല ഇതെന്താ അല്ല പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ പറഞ്ഞു എന്ത്. ഞാൻ പറഞ്ഞു ഞാൻ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ്, ഞാൻ അല്ല വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പുള്ളിക്കാരനും പെട്ടെന്ന് സോറി പറഞ്ഞു. പക്ഷേ എന്നെ കൊണ്ട് കൂട്ടിക്കൊടുത്തതായിരുന്നു ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരന്. ഈ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഒരു പ്രൊഡ്യൂസർ അവിടെ വന്നാൽ വില്ലയിൽ താമസിക്കുന്നുണ്ടല്ലോ, വില്ലയില്ല എന്തോ റിസോർട്ട്, അറിയില്ല ആരുടെ അടുത്ത്. എന്നോട് പരിചയപ്പെടുത്തിയത് പ്രൊഡ്യൂസറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പോകട്ടോ എന്ന് പറഞ്ഞു. അപ്പം അയാൾ നല്ലൊരു ജെന്യൂൻ മാൻ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു സോറിട്ടാ ഞാനും അറിഞ്ഞില്ല, മിനുവിൻ്റെ അനുവാദപ്രകാരമല്ല മിനു വന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തിരിച്ചു പോയി. ആ സിനിമയിൽ നിന്ന് എന്നെ കട്ട് ചെയ്തു. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ, അത് ഒന്ന് നോബിൾ എന്നെ ഇങ്ങനെ വന്നിറങ്ങി. ഞാൻ ചെന്നൈയിൽ നിന്നാണ് വന്നത്. എന്നെ കൊണ്ട് പുള്ളിക്കാരനെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയി. അന്ന് മാഫിയ ശശിയുള്ള സിനിമയാണ്. അപ്പം ആ ലൊക്കേഷനിൽ കൊണ്ടിട്ട് കാറിൽ തന്നെ ഇറക്കിയില്ല. പുള്ളി എന്തോ സംസാരിച്ച് തിരിച്ചു വന്ന് പറഞ്ഞു മിനുവിൻ്റെ റോള് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ. അപ്പോൾ ഇങ്ങനെ തിരിച്ച് നമ്മൾ വേറെ വഴി കൂടെ വിജനമായ റോഡിൽ കൂടെ കൊണ്ടുവന്നേ. 2 കാടിൻ്റെ നടുക്കൂടെ 2 ടാറിട്ട റോഡിൽ കൂടെ കൊണ്ടുവന്നു. എന്നിട്ട് പതുക്കെ ഓടിച്ചിട്ട് ഈ വലത്തേക്കൈ കൊണ്ട് വണ്ടി ഓടിക്കുകയും ഇടത്തേക്കൈ കൊണ്ട് എന്നെ ഇങ്ങനെ വളരെ ഇങ്ങനെ ചേർത്ത് അയാൾ നെഞ്ചിനോട് ചേർത്ത് അങ്ങ് പിടിക്കുകയും എവിടേക്കോ ഉമ്മ വയ്ക്കുന്നു, എന്തൊക്കെയോ പരാക്രമങ്ങൾ അയാൾ എന്നെ ചെയ്തു. ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. കാരണം ഒന്നാമത് എനിക്ക് ഭയങ്കരമായിട്ട് വേദനയും, ഗിയർ ബോക്സ് എവിടെ എന്തൊക്കെയോ കൊള്ളുകയും വിട് എന്നൊക്കെല്ലാം പറഞ്ഞ് വിടുന്നില്ല. ലാസ്റ്റ് ഞാൻ ഡോറിട്ട് ചവിട്ടുകയൊക്കെ ചെയ്തു. ഡോർ എങ്ങനെയോ തുറന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ചാടൂ എന്നൊക്കെ പറഞ്ഞത്തേക്ക് കാലൊക്കെ വെളിയിൽ പോയി കാറിൻ്റെ. അന്നേരമാണ് അയാൾ പെട്ടെന്ന് വണ്ടി നിർത്തിയപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം പറയാം. അപ്പോൾ എനിക്ക് ഇറങ്ങി ഓടണം എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ആ കാട് കണ്ടപ്പം ഇത് യുക്തിയെല്ലാം തോന്നി. കാരണം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സംഭവം, പട്ടി വന്നാലും മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ നിന്ന് ഞാൻ പറഞ്ഞു എന്നെ മര്യാദയ്ക്ക് എന്നെ എവിടെ കയറ്റിയോ അവിടെ തന്നെ എന്നെ കൊണ്ട് തിരിച്ചു പോകണം, വലിയ പ്രശ്നവും. അപ്പോൾ അയാൾ ഇച്ചിരി കാം ഡൗൺ ആയി. എന്നിട്ട് പിന്നെ അയാളെ അവിടെ തന്നെ എന്നെ കൊണ്ട് ഇറക്കി.